ഗ്യാസ് ട്രബിൾ പെട്ടെന്ന് മാറാൻ കഴിക്കേണ്ടത്: ഇഞ്ചി, തക്കാളി, വെളുത്തുള്ളി, മഞ്ഞൾ. ഉത്തരം ഇഞ്ചി. നിപ്പയുടെ ഒരു പ്രധാന ലക്ഷണം എന്ത്? ചുമ, ക്ഷീണം, പനി, ശ്വാസതടസ്സം. ഉത്തരം പനി. ഏത് ജീവിയിൽ നിന്നാണ് നിപ്പ വൈറസ് പകരുന്നത്? വവ്വാൽ, കാക്ക, പൂച്ച, പട്ടി. ഉത്തരം വവ്വാൽ. മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല എണ്ണ: ഒലീവ് ഓയിൽ, സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ, വെളിച്ചെണ്ണ. ഉത്തരം വെളിച്ചെണ്ണ. വിഷാദത്തിന് മരുന്നായി ഉപയോഗിക്കുന്ന വിത്ത് ഏത്? ചക്കക്കുരു, മത്തൻ വിത്ത്, റംബൂട്ടാൻ വിത്ത്, വെള്ളരി വിത്ത്. ഉത്തരം മത്തൻ വിത്ത്. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? കാവേരി, യമുന, പെരിയാർ, ഗംഗ. ഉത്തരം കാവേരി. ആരോഗ്യമുള്ള മുടിയുടെ വളർച്ചയ്ക്ക് ദിവസവും കഴിക്കേണ്ടത്: മുട്ട, പാൽ, ഇറച്ചി, ചോറ്. ഉത്തരം മുട്ട. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്: ഏലക്കായ, ചന്ദനം, കുരുമുളക്, കുങ്കുമപ്പൂവ്. ഉത്തരം കുരുമുളക്. താരൻ അകറ്റാൻ ഏറ്റവും നല്ല വഴി ഏത്? എണ്ണ ഉപയോഗിക്കുക, താളി, സോപ്പ്, ഷാംപൂ. ഉത്തരം താളി. സൂര്യപ്രകാശമേറ്റാൽ പൊള്ളലേൽക്കുന്ന മൃഗം ഏത്? പന്നി, പോത്ത്, പശു, കുതിര. ഉത്തരം പന്നി. സ്വന്തം കുഞ്ഞിനെ കൊന്നു തിന്നുന്ന ജീവി ഏത്? സിംഹം, പട്ടി, കടുവ, പുലി. ഉത്തരം സിംഹം. സൈലന്റ് അറ്റാക്കിന്റെ ഒരു ലക്ഷണം ഏത്? അമിത വിയർപ്പ്, അമിത വിശപ്പ്, തലവേദന, ഓർമ്മക്കുറവ്. ഉത്തരം അമിത വിയർപ്പ്. വയറിലെ അസിഡിറ്റി കുറയാൻ ഏറ്റവും നല്ല പച്ചക്കറി: വെളുത്തുള്ളി, തക്കാളി, പാവയ്ക്ക, ഉരുളക്കിഴങ്ങ്. ഉത്തരം വെളുത്തുള്ളി. ഏറ്റവും ചൂട് കൂടിയ ഭൂഖണ്ഡം ഏത്? അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, അന്റാർട്ടിക്ക. ഉത്തരം ആഫ്രിക്ക. മനുഷ്യ ശരീരത്തിൽ വിയർക്കാത്ത ശരീരഭാഗം ഏത്? മൂക്ക്, ചെവി, തല, ചുണ്ട്. ഉത്തരം ചുണ്ട്. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ കേരളത്തിലെ ജില്ല: മലപ്പുറം, കണ്ണൂർ, ഇടുക്കി, ആലപ്പുഴ. ഉത്തരം കണ്ണൂർ. പുരാതന ഇന്ത്യയിലെ ആദ്യ സാമ്രാജ്യം ഏത്? രാജരാജ, ചോള, അക്ബർ, മഗധ. ഉത്തരം മഗധ.
ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? കാവേരി, യമുന, പെരിയാർ, ഗംഗ. ഉത്തരം കാവേരി. ആരോഗ്യമുള്ള മുടിയുടെ വളർച്ചയ്ക്ക് ദിവസവും കഴിക്കേണ്ടത്: മുട്ട, പാൽ, ഇറച്ചി, ചോറ്. ഉത്തരം മുട്ട. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്: ഏലക്കായ, ചന്ദനം, കുരുമുളക്, കുങ്കുമപ്പൂവ്. ഉത്തരം കുരുമുളക്. അസിഡിറ്റി കൂടാൻ കാരണമാകുന്ന പാനീയം ഏത്? കട്ടൻ ചായ, ഇഞ്ചിച്ചായ, ചൂടുപാൽ, കട്ടൻ കാപ്പി. ഉത്തരം കട്ടൻ ചായ.